ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് December 6th ആണ് കേട്ടോ. എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് അറ്റ് സെയിൽസ്. സോ ഇത് ടാഗും പിടിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ക്യാബ് വരും, അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇന്നും കൂടി അത് തൂക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 2.5 years കഴിഞ്ഞു കേട്ടോ സെയിൽസിൽ. 2 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഇറങ്ങുകയാണ്, ജോലി നിർത്തുകയാണ്. ഇന്ന് ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയത് കാരണം, അതൊരു മെമ്മറബിൾ ഡേ ആയത് കാരണം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എടുത്ത് തീരുമാനം കേട്ടോ ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഫുള്ള് ഷൂട്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല, ഓഫീസിനുള്ളിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും എന്തൊക്കെയാലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഷൂട്ട് ചെയ്ത് വെക്കാമെന്ന് ആലോചിച്ചിട്ടാണ് കേട്ടോ. അതൊരു മെമ്മറി ആണല്ലോ, പിന്നെ എപ്പോഴെങ്കിലും ഇരുന്ന് കാണുമ്പോൾ അത് രസമാണല്ലോ. അപ്പോൾ അത് കാരണം ഷൂട്ട് ചെയ്യാണ്. എന്തോ ഒരു മിക്സഡ് ഇമോഷൻസിൽ നിൽക്കുകയാണ്. സാഡാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഹാപ്പി ഡെഫിനറ്റ്ലി അല്ല, പക്ഷെ അറിയില്ല. എന്തായാലും ഇനിയിപ്പോൾ ക്യാബ് വരും, എന്നിട്ട് ഓഫീസിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാം. അപ്പോൾ കാണാം. അങ്ങനെ ക്യാബ് വന്നു എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നേരെ ഇറങ്ങി ക്യാബിൽ കയറി. അങ്ങനെ ഇത് ലാസ്റ്റ് പിക്കായിരുന്നു അന്നത്തെ. അങ്ങനെ ഇതേ ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ലിഫ്റ്റൊക്കെ പിടിച്ച് നേരെ കയറി. അങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് ഉള്ളിൽ കയറി. ഓഫീസിൻ്റെ അകത്ത് അധികം ഷൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല, അപ്പോൾ അത് കാരണം അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പോയപ്പോൾ തന്നെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഞങ്ങൾ കഫ്റ്റേരിയയിൽ പോയിട്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള ഫോർമാലിറ്റീസൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. ചിക്കൻ്റെ വീഡിയോയിൽ നോട്ട് പ്രിപ്പയർ ചെയ്യണത് അത് വർക്കൗട്ട് ആയി എന്ത് ചെയ്യും? ഞാൻ മനസ്സിലായില്ല. ഞങ്ങളുടെ ടീമിൽ 8 പേർക്കും പിന്നെ ചിക്കു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചു ചെയ്തു തുടങ്ങും. ഡാഡി ചോദിച്ച ക്വസ്റ്റ്യനാ. അയ്യോ വേണ്ട, ഞാൻ ഇറങ്ങി. കരയടാ, ഞാൻ അടുത്ത ആഴ്ച ഇറങ്ങുമല്ലോ ചിക്കു. ചിക്കു, we are going to miss you. Okay. അങ്ങനെ എല്ലാ ക്ലിയറൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ലാപ്ടോപ്പും ID കാർഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ പോണ സമയത്ത് ഇവരെന്നെ ഇമോഷണലൊക്കെ വേണ്ടി കുറേ പാട്ടൊക്കെ വെച്ച് പാട്ട് പാടായിരുന്നു കേട്ടോ. അപ്പോൾ കോപ്പി റൈറ്റ് അടിക്കും എന്നുള്ള ഒറ്റ റീസൺ കാരണം അത് ഇവിടെ മ്യൂട്ട് ചെയ്യേണ്ടി വന്നു കേട്ടോ. Here we are officially saying farewell to our dearest Chiku. ചിക്കു, എന്താ പറയാനുള്ളത്? ഒന്നും പറയില്ല. ബില്ല് എനിക്ക് തരരുത് പ്ലീസ്. ഓക്കെ. അത് ഇതൊക്കെ ഓണർ സാർ. ഇത് ഓണർ ഏത് ഓണർ? പട്ടാളക്കാരോട് മൊത്തം കരയോ നീ? നോ, നെവർ. ഗൈസ് എല്ലാരും നോക്കി. ചിക്കുവിന് വിക്ടോറിയയുടെ ഗ്ലാസിൽ കിട്ടിയിട്ടുണ്ട്. ഫോട്ടോ എടുത്തില്ല ചേട്ടാ? ഒരു ഫോട്ടോ
ഇതുമല്ല ഇത് വന്നിട്ട് ഉണ്ടോ രണ്ട് ഇല്ലാത്ത തന്നെയാണോ രണ്ടും ഇല്ല. അഞ്ചു ഇന്നലെ ബുദ്ധിപൂർവ്വം നേരത്തെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് അഞ്ചു സി എന്നിട്ട് 5 വീട്ടിൽ എനിക്ക് വോയിസ് മെസ്സേജ് ഇതിനകത്തല്ലേ ചെന്നിട്ട് ഇതല്ലാത്ത ബാക്കി എന്താ വെച്ചത്. ഞാൻ അഞ്ചു ഇന്നലെ ദിവസം ചോദിച്ചാണെന്ന് വിചാരിച്ചേ അതിലുണ്ട് ഡെഫിനറ്റ്ലി നമ്മുടെ കൊളീഗിൻ അങ്ങനെയല്ല കൊളീഗിന്റെ ഫെയർവെല്ലാണ്. അപ്പൊ ഞങ്ങളൊരു പാട്ട് പാടിക്കോട്ടെ എന്ന് ചോദിക്കാം. അത് ഞാൻ ചിക്കൻ ബീഫ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ട് ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ബീഫ് കറി ഉണ്ടായിരുന്നു, പിന്നെ മിക്സഡ് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ സ്റ്റാർട്ടേഴ്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി, അത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫിഷ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്തായിരുന്നു ബട്ടർ ഗാർലിക് നാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതെല്ലാം കഴിച്ച് ഘോഷിച്ച് ഇറങ്ങി. പിന്നെ അവസാനം ഡെസേർട്ടിനായിട്ട് എന്തെങ്കിലും മധുരം വെള്ളമെന്ന് ഓർത്ത് നമ്മൾ ഗുലാബ് ജാമുനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അക്ഷരത്താളുകളെ ഒന്നായി തുറന്നിടും ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാം. My ഓക്കെ, എല്ലാരും ഓരോരോ ഹഗ് കൊടുത്തോളൂ. താങ്ക് യു. കാണാം. ഓക്കെ, രോഹിത്. ഓ, അങ്ങനെ അതേ ഫെയറിലൊക്കെ കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഓഫീസിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നേ. എന്താ എന്ത് എന്ത് ഫെയർവെൽ ചിക്കൻ ഹാപ്പി ബർത്ത്ഡേ കിച്ച്. ഫെയർവെൽ ചിക്കു ഹാപ്പി ബർത്ത്ഡേ കിച്ചു. ഫോട്ടോ എടുക്കണല്ലോ. ഒന്നുകൂടി കൊടുക്കണമല്ലോ. കിട്ടിയില്ല കഴിക്കണ പോലെ കാണിച്ചാൽ മതി. നമ്മള് കഴിച്ചോളൂ. ഒരാള് പറയും ആ ലൈറ്റ് എത്തിയല്ലേ വന്നുണ്ടോ? വേണ്ട, ഇനി കേക്ക് മുഖം കാണുന്നില്ല. വണ്ടി എടുത്തോളൂ. ഇങ്ങോട്ട് തിരിഞ്ഞിക്ക്, മുഖം കാണണല്ലോ. ഇങ്ങോട്ട്
ആരാ അങ്ങനെ എല്ലാവരോടും ബൈയൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ കമൻറ്റ് സപ്പോർട്ട്. താങ്ക് യു.